ചെയ്യുന്ന സോങ്സും വീഡിയോസും എല്ലാം ഉടനടി ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന BTS മെമ്പറായ ജങ്കുക്കിൻ്റെ ലൈഫ് സ്റ്റോറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് അലക്സ LV വ്ളോഗ്സ്. BTSലെ മെയിൻ വാക്കലിസ്റ്റും റാപ്പറും ഡാൻസറും കൂടിയാണ് JK. 1997 സെപ്റ്റംബർ 1 സൗത്ത് കൊറിയയിലെ ബുസാനിലാണ് JK ജനിക്കുന്നത്. അച്ഛൻ, അമ്മ, മൂത്ത സഹോദരൻ അടങ്ങുന്നതാണ് JKയുടെ ഫാമിലി. ബുസാനിലെ ബേക്കൻ എലമെന്ററി സ്കൂളിലും മിഡിൽ സ്കൂളിലുമായിരുന്നു JKയുടെ വിദ്യാഭ്യാസം നടന്നിരുന്നത്. കുട്ടിക്കാലത്ത് ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആകണമെന്നായിരുന്നു JKയുടെ ആഗ്രഹം. പിന്നീട് സൗത്ത് കൊറിയയിലെ ഫേമസ് സിംഗറായ G-Dragonനെ കണ്ടതിന് ശേഷം ഒരു സിംഗർ ആകണമെന്നുള്ള ആഗ്രഹം തുടങ്ങി. 2009 പുറത്തിറങ്ങിയ G-Dragonന്റെ സോളോ സോങ് ആയ ഹാർട്ട് ബ്രേക്ക് എന്നുള്ള സോങ് സൗത്ത് കൊറിയയിൽ തന്നെ വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു. റൂമിലിരുന്ന് ഒറ്റയ്ക്ക് കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന JKയും ആ പാട്ട് കേൾക്കാൻ ഇടയായിട്ടുണ്ടായിരിക്കണം. JKയുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച മറ്റൊരു കൊറിയൻ ആർട്ടിസ്റ്റാണ് IU. അതുകൊണ്ടാണ് IU ആണ് എൻ്റെ ഐഡൽ ടേക്കൽ ഗേൾ എന്നും പറഞ്ഞിട്ടുണ്ട്. JK സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയ ഫസ്റ്റത്തെ ആൽബവും IUവിൻ്റെ തന്നെയായിരുന്നു. അതുകൊണ്ടാവാം സൂപ്പർ സ്റ്റാർ K3 എന്ന ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി JK സെലക്ട് ചെയ്ത സോങ്ങുകളിൽ ഒന്ന് IUവിൻ്റെ ആയത്. സൂപ്പർ സ്റ്റാർ K3 എന്ന ടാലന്റഡ് ഷോയുടെ ലക്ഷ്യം ഒരു കൂട്ടം ജഡ്ജസിൽ നിന്ന് ഒരു വിന്നറിനെയോ പ്രേക്ഷകരിലെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ കണ്ടെത്തുക എന്നതായിരുന്നു. 2011 ആ ഷോയുടെ ഫസ്റ്റ് റൗണ്ട് നടക്കുന്നത് ബുസാനിലായിരുന്നു. JK പോലെ തന്നെ 30,000 പേരിൽ സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി 8 മണിക്കൂറോളം ആ ക്യൂബിൽ നിന്നിരുന്നു. രാവിലെ 6 മണിക്ക് ക്യൂബിൽ നിന്ന് തുടങ്ങിയ അവസാനത്തെ മത്സരാർത്ഥിയും കൂടെ പാടി കഴിയുമ്പോഴത്തേക്കും 10:30 മണിയാവുമായിരുന്നു. അവിടെ ആകെ 28 ഓഡീഷൻ ബൂത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒന്നിൽ നമ്മുടെ ജങ്കുക്കും പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഓരോ മത്സരാർത്ഥിക്കും തനിക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ വെറും 100 സെക്കൻഡുകളാണ് ലഭിച്ചിരുന്നത്. ഷൈയും ഇൻട്രോവേർട്ടുമായ നമ്മളെ JKക്ക് ഇത് വലിയൊരു ടാസ്ക് ആയിരുന്നു. ക്യാമറയ്ക്ക് മുമ്പിൽ പെട്ടെന്ന് പാടണമെന്ന് പറഞ്ഞപ്പോൾ ജങ്കുക്ക് പേടിച്ചിരുന്നു. അന്ന് സെലക്ട് ചെയ്ത പാട്ട് IUവിൻ്റെ ലോസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ സോങ് ആയിരുന്നു. രണ്ടാമത്തെ റൗണ്ടിലേക്ക് JK സെലക്ട് ആകാൻ വേണ്ടി തിരഞ്ഞെടുത്ത സോങ് ദിസ് സോങ് എന്ന് പറയുന്ന സോങ് ആയിരുന്നു. അത് പാടിക്കഴിഞ്ഞതിന് ശേഷം ക്രൂ മെമ്പേഴ്സ് ചോദിച്ചു ഇനി എന്തെങ്കിലും പാടുന്നുണ്ടോന്ന്. പക്ഷെ JKയുടെ മറുപടി ഇല്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കോമ്പറ്റീഷനിൽ നിന്ന് JK പുറത്തായി. പിന്നെ 7 കമ്പനിയിൽ നിന്ന് ഓഡീഷനിൽ ട്രെയിനിയായിട്ട് പങ്കെടുക്കാനുള്ള ക്ഷണം JKക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റത് ഒരു വലിയൊരു നഷ്ടമായിട്ട് JK കണ്ടിരുന്നില്ല. 2011 ജങ്കുക്കിന്റെ ജീവിതത്തിൽ വളരെ നിർണായകരമായ കാലഘട്ടമായിരുന്നു. മറ്റ് 6 കമ്പനികളുടെ ഓഡീഷനും നിരസിച്ച അന്നൊരു ചെറിയ കമ്പനിയായ ബിഗ് ഹിറ്റിന്റെ ഓഡീഷനാണ് JK തിരഞ്ഞെടുത്തത്. അതിനൊരു കാരണമായിട്ട് പറഞ്ഞത് RM എന്നെ ഒരുപാട് ഇംപ്രസ് ചെയ്യിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ ബിഗ് ഹിറ്റിന്റെ ഓഡീഷൻ തിരഞ്ഞെടുത്തതെന്ന്. ബിഗ് ഹിറ്റുമായി കോൺട്രാക്ട് സൈൻ ചെയ്ത് തന്റെ ജന്മദേശം വിട്ട് സോളിലേക്ക് വരുമ്പോൾ ജങ്കുക്കിന്റെ പ്രായം വെറും 13 വയസ്സാണ്. അതായത് 7ാം ക്ലാസ് പാസ്സായ ടൈം. ജങ്കുക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അതുതന്നെയായിരുന്നു. വെറും 13 വയസ്സിൽ ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടായിരിക്കാം. നാടും വീടും വിട്ട് വേറൊരു അപരിചിതമായ കൂട്ടത്തിലേക്ക് ചെല്ലുക, പുതിയ സ്കൂള്, അതെല്ലാം ഫസ്റ്റ് ടൈം JKക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആരോടൊന്നും മിണ്ടാതെ വളരെ നിശബ്ദമായൊരു ക്യാരക്ടർ. ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം മാത്രമായിരുന്നു JK കുളിക്കാൻ പോലും പോയിരുന്നത് എന്ന് B പറഞ്ഞിട്ടുണ്ട്. J-Hopeന്റെയും ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ അഭിപ്രായത്തിൽ JK വളരെ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. എത്ര പാടാൻ പറഞ്ഞാലും പാടില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ JK കരയുമായിരുന്നു. RM പറഞ്ഞിട്ടുണ്ട് 30 മിനിറ്റ് വരെ ഞങ്ങൾ പാടാൻ നിർത്താതെ നിർബന്ധിച്ചിട്ട് പോലും JK പാടിയിട്ടില്ല എന്ന്. ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റ് CEO ജങ്കുക്കിന്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. BTSലെ ഓരോ അംഗങ്ങളും ചെറുപ്പത്തിൽ തന്നെ വളരെ ട്രെയിനി ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായിട്ടുണ്ട്. JKനോട് പാടാൻ പറഞ്ഞാൽ പോലും 15 മിനിറ്റ് വരെ അവിടെ പാടാതെ ഷൈ ആയിട്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞാലും പാടാൻ അവന് കഴിയുമായിരുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ പോലും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഷൈ ആയിട്ട് നിന്ന് നിനക്ക് എങ്ങനെ ഒരു പാട്ട് ഡെബ്യൂ ചെയ്യാൻ കഴിയുമെന്ന്. JKയുടെ ഷൈനസ് മൂലം ഡെബ്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാവുക എന്ന് കമ്പനിക്കാർ പേടിച്ചിരുന്നു. തൻ്റെ ടീം മെമ്പേഴ്സ് ഇത് മനസ്സിലാക്കി JK സ്ട്രോങ് ആക്കി എലിമിനേറ്റ് ആകുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ പരിശ്രമം വെറുതെ ആയില്ല, ഫലം കണ്ടു എന്ന് തന്നെ പറയാം. JKയുടെ ഷൈനസ് മാറ്റി ഗ്രൂപ്പിലെ ഏറ്റവും ബെസ്റ്റ് സിംഗറും റാപ്പറുമായി മാറി JK. ഓരോ ടീം മെമ്പേഴ്സിന് അവരുടേതായ പങ്കുണ്ട് അതിൽ. ജിന്നും ഷുഗി എപ്പോഴും പറയാറില്ല അന്ന് കാണുന്ന കുട്ടിയിൽ നിന്ന് ഇന്ന് കാണുന്ന മനുഷ്യനാക്കി വളർത്തിയത് അവരാണെന്ന്. ജങ്കുക്ക് പറഞ്ഞിട്ടുണ്ട് ജിൻ എനിക്കൊരു അമ്മയെ പോലെയാണ്, എനിക്ക് എപ്പോഴും ഫുഡ് വാരി തന്നുകൊണ്ടിരുന്നത് ജിന്നായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് എൻ്റെ
മാറ്റിയെടുത്തതെന്നും ജെ.കെ പറഞ്ഞിട്ടുണ്ട്. 2017 സോളിലെ ആർട്സ് സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആയ ജെ.കെയുടെ ഫസ്റ്റ് ഡെബ്യൂ ആയ നോ മോർ ഡ്രീം എന്ന പ്രോഗ്രാം പുറത്ത് ഇറങ്ങുമ്പോൾ ജെ.കെയുടെ പ്രായം വെറും 15 വയസ്സായിരുന്നു. എല്ലാ കാര്യത്തിലും കഴിവുള്ള ജെ.കെയെ ആരം വിളിക്കുന്നത് ഗോൾഡൻ മാഗ്നെ എന്നാണ്. മാഗ്നെ എന്ന കൊറിയൻ വാക്കിന്റെ അർത്ഥം ഇളയ അംഗം എന്നാണ്. ബിടിഎസുമായി കൂടിച്ചേർന്ന് കുറേ സോളോ ട്രാക്സ് പുറത്തിറക്കിയിട്ടുണ്ട് ജെ.കെ. അതിൽ ഒന്ന് 2016 വിങ്സ് ആൽബത്തിൽ പുറത്തിറങ്ങിയ ബിഗിൻ എന്ന സോങ് ആണ്. ബുസാനിൽ നിന്ന് സോളിലേക്ക് മാറി താമസിച്ചത് ഒരു ട്രെയിനിൽ നിന്ന് ഐഡലായ കഥയാണ് ആ സോങ്ങിൽ ഉള്ളതെന്ന് ജെ.കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സോങ് യൂഫോറിയ എന്ന് പേരിട്ട സോങ് ആണ്. ഇത് ബിടിഎസ് അംഗങ്ങളുടെ സോളോ സോങ്സിൽ ഏറ്റവും കൂടുതൽ കാലം ഗാങ് ഓൺ ചാർട്ടിൽ നീണ്ടു നിന്നിരുന്ന സോങ് ആണ് അത്. ഇതൊന്നും കൂടാതെ 2020 പുറത്തിറങ്ങിയ സോളോ സോങ് ആയ സ്റ്റിൽ വിത്ത് യു എന്ന സോങ് ഇപ്പോഴും ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടാവും. ചില പാട്ടുകളുടെ മെയിൻ പ്രൊഡ്യൂസറും ജെ.കെ തന്നെയാണ്. ലവ് വിത്ത് നോട്ട് ഓവർ, മാജിക് ഷോ എന്നിവയൊക്കെയാണ് അത്. ഒരുപാട് പാട്ടുകൾ കവറിങ് ചെയ്തിട്ടുണ്ട് ജെ.കെ. ചൈനയിലെ ഹായ് ചൈന എന്ന മാഗ്സിന് വേണ്ടി നടത്തിയ പ്രോഗ്രാമിൽ മോസ്റ്റ് ബിലോങ് സെലിബ്രിറ്റി എന്ന ലിസ്റ്റിൽ 10 ആഴ്ചയിൽ തുടർച്ചയായി 1ാം റാങ്കിൽ ജെ.കെ എത്തിയിരുന്നു. 2018 ജെ.കെ നടത്തിയ ഒരു സോളോ ലൈവ് പ്രോഗ്രാമിൽ 3.7 മില്യൺ ജനങ്ങളാണ് അന്നത്തെ പ്രോഗ്രാം കണ്ടത്. കുക്കി, ഗോൾഡൻ അഗ്നി എന്നൊക്കെയാണ് ജെ.കെയുടെ നിക്നെയിമുകൾ. 10 വർഷത്തിനിടയിൽ ഒരു ഡെക്ക് മീറ്റ് റെസ്റ്റോറന്റ് ഓണറോ അല്ലെങ്കിൽ ഒരു ടാറ്റൂയിസ്റ്റോ ആകാനായിരുന്നു ജെ.കെയുടെ ആഗ്രഹം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മ്യൂസിക്, ആർട്സ് അല്ലാതെ മറ്റൊരു സബ്ജക്റ്റും ജെ.കെക്ക് ഇഷ്ടമായിരുന്നില്ല. ഗോൾഡൻ ക്ലോസറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ സ്വന്തമായിട്ടുണ്ട് ജെ.കെക്ക്. തൻ്റെ വോയിസ് ആണ് ജെ.കെക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. ഉപ്പ എന്ന് വിളിക്കുന്നത് ജെ.കെക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം ഫാൻസിൽ കൂടുതൽ പേരും തന്നെക്കാട്ടും പ്രായം കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ട്. ഇത് കൂടാതെ ഒരു ഫാൻ മീറ്റ് ജെ.കെ പറഞ്ഞിട്ടുണ്ട് തന്നെക്കാട്ട് പ്രായം കൂടിയ ഒരാളെയാണ് താൻ ലൈഫ് പാർട്ട്ണർ ആയി സ്വീകരിക്കാൻ താല്പര്യമുള്ളതെന്ന്. ആറമ്മിൻ്റെ നോളജും ഷുഗൈൻ്റെ വിശാലമായ നോളജും ജിമിൻ്റെ പരിശ്രമവും ബിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ടാലൻറ്റുമാണ് മറ്റുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന കഴിവുകൾ. തൻ്റെ പേഴ്സണാലിറ്റിയുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഗ്രൂപ്പ് മെമ്പറായ ബിയുടെ പേഴ്സണാലിറ്റി ആണെന്ന് ജെ.കെ പറഞ്ഞിട്ടുണ്ട്. ജെ.കെയുടെ ഫേവറേറ്റ് അവഞ്ചർ അയൺമാനാണ്. ബണ്ണി എന്നുള്ള വിളിപ്പേരുണ്ട് ജെ.കെക്ക്. മുയലിനെ പോലെയുള്ള പല്ലുകൾ, ചിരി, അതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. മൈക്രോ ഓവനെ വളരെ പേടിയാണ്. അത് പൊട്ടിത്തെറിക്കുമെന്നാണ് ഭയം. ടാറ്റു ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് ജെ.കെ. 2018 മോസ്റ്റ് ആൻസം ഫേസിൽ 2ാം സ്ഥാനത്ത് ജെ.കെ എത്തിയിരുന്നു. സിഗരറ്റ് വലിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളും കൂടിയാണ് ജെ.കെ. അതുകൊണ്ടാണ് തൻ്റെ അച്ഛനോട് സിഗരറ്റ് വലി നിർത്തണമെന്ന് പറഞ്ഞതും അതിനുശേഷം അച്ഛൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. ബിടിഎസിലെ മറ്റുള്ള അംഗങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മീഡിയാസിനോട് ഷെയർ ചെയ്തിരുന്നു. ജെ.കെ മാത്രമായിരുന്നു അത് ഷെയർ ചെയ്യാത്തത്. കാരണം തൻ്റെ മുതിർന്ന അംഗങ്ങൾ അത് കേട്ട് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് തന്നിൽ തന്നെ അത് ഒതുക്കിയതെന്നാണ് പറഞ്ഞത്. ആറം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജെ.കെയോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഐ ആം നോട്ട് ടയേർഡ്, ഐ ആം ഓക്കെ ബിക്കോസ് ഐ ആം വെരി സ്ട്രോങ് എന്നത്. ഞാൻ ടയേർഡ് അല്ല, ഞാൻ ഓക്കെയാണ്, കാരണം ഞാൻ വളരെ സ്ട്രോങ് ആയ ഒരു വ്യക്തി ആണെന്നാണ് ജെ.കെ പറയാറ്. ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ എന്നെ നോക്കി വളർത്തി എൻ്റെ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴാണ് എനിക്ക് വിഷമം വരാറെന്നാണ് ജെ.കെ പറയാറ്. എന്തൊക്കെ ആയാലും ആറം അറിഞ്ഞിട്ട പേരാണ് ജെ.കെക്ക് ഗോൾഡൻ മാഗ്നെ എന്നത്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ജെ.കെ. ബിടിഎസിലെ അടുത്ത മെമ്പറിന്റെ സ്റ്റോറിയുമായിട്ട് പിന്നെ കാണാം. ബൈ.